കൃഷ്ണകുമാർ കൂടിയുണ്ട്, ബി ജെ പി നേതാവ്. ശ്രീ കൃഷ്ണകുമാർ, ഇന്ന് ഇപ്പോൾ ഈ ബി ജെ പി CPM ബന്ധം, നെക്സസ് ഉണ്ട് ഈ കേസിന് പിന്നിൽ എന്നും, തെരഞ്ഞെടുപ്പ് കാലത്തെ പലതരത്തിലുള്ള നേരത്തെയും വന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട് പല നേതാക്കൾക്കെതിരെയും. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ കോൺഗ്രസിലെ യുവ നേതാക്കളെ തകർക്കാനായുള്ള ശ്രമങ്ങൾ എതിർകക്ഷികൾ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത് എന്നുമാണ് പ്രധാനപ്പെട്ട ഒരു വാദം. ഇന്ന് വീക്ഷണം അത് ആവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മുഖപത്രം. ഇത് തെരഞ്ഞെടുപ്പ് സമയത്തല്ലല്ലോ വന്നത്. ഈ ആരോപണം വന്നിട്ട് 3-4 മാസങ്ങൾ കഴിഞ്ഞു. അതിന്റെ വിവിധ തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നു. ചാറ്റിനെ സംബന്ധിച്ച് വോയിസ് മെസ്സേജുകൾ ഇതെല്ലാം വന്നിരുന്നു. ഇതൊന്നും നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇത് ശരിയല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാനോ രാഹുൽ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ എന്താ പറഞ്ഞത്, സൈബർ ടീം എന്താ പറഞ്ഞത്, രാഹുലിനെതിരായിട്ട് ഇത് കെട്ടിച്ചമച്ച കഥകളാണ്, ഇത് 100% സത്യമല്ല എന്നുള്ള രീതിയിലാണല്ലോ പ്രചരണം നടത്തിയത്. ഇപ്പൊ രാഹുൽ തന്നെ സമ്മതിച്ചിരിക്കുന്ന ആ യുവതിയുമായിട്ട് പരിചയമുണ്ട്, ആ യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ആ യുവതിയുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളത് കോടതി മുമ്പാകെ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുക. അപ്പോ ഓരോ ദിവസവും കഴിയുന്തോറും സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് യഥാർത്ഥത്തിൽ നടന്നതിനെ സംബന്ധിച്ച് ആ യുവതി നൽകിയ പരാതിയിലുണ്ട്. ഇത് ഒരു യുവതിയല്ലല്ലോ, നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പലരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികളും വരും. പിന്നെ BJP ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് ബാലിശമായിട്ടുള്ള ഒരു ആരോപണമായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ. കാരണം ഇത്രയും കാലം ഇല്ലാത്ത BJP ബന്ധം, BJPയുടെ ഗൂഢാലോചന, ഈ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ ഈ ചാറ്റുമെല്ലാം പുറത്തു വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല? ഈ യുവതിയുമായിട്ട് ഉള്ള ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചും അവരുടെ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ട് അറിവുള്ള ആളാണല്ലോ. അതിനെ തുടർന്നാണല്ലോ ഈ ബന്ധം വന്നിരിക്കുന്നത്, അതിനെ തുടർന്നാണ് ഈ ബന്ധം സ്ഥാപിക്കപ്പെടുന്നതെന്നാണല്ലോ പറയുന്നത് ജാമ്യാപേക്ഷയിലല്ല. അപ്പൊ ഇതെല്ലാം ഒരു ബാലിശമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് ഞങ്ങൾ കരുതുന്നുള്ളൂ. ഇതിൽ കുറ്റക്കാരനാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ ജാമ്യാപേക്ഷയിൽ തന്നെ അദ്ദേഹത്തിന്റെ വക്കീൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നിയമപരമായിട്ട് അതിന്റെ കാര്യങ്ങൾ കോടതി പരിശോധിച്ച് ചെയ്യട്ടെ. ശരി, ശ്രീ കൃഷ്ണകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.